ഒരു മുതിര പുളിങ്കറി വയ്ക്കാൻ പോവുകയാണ്. അതെ, ഈ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മുതിര എടുക്കുക. ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കണ്ട. അതൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് കഴുകി വേവിക്കാം, പിന്നെ കാണിക്കാം. വറുക്കാൻ പോവുകയാണ്. നല്ല പോലെ വറുത്തെടുക്കണം. ഇനി രണ്ട് മുളക്, സ്വല്പം ഉലുവ, കുറച്ചരി, കുറച്ച് കുരുമുളക്, ഇവ വറുത്തെടുക്കണം. മല്ലി വേണ്ട. മുളക്, അരി, കുരുമുളക്, 2 ഉലുവ. ഉലുവായും ഒരുപാട് വേണ്ട. അതിലോട്ട് സ്വല്പം കായം ഇടണം. കായം തുള്ളി. പിന്നെ തേങ്ങ വറുക്കണം. ഇത് പകുതി വറുത്ത തേങ്ങയാണ്. അത് ഇടുകയാണ് ഇതിലേക്ക്. ഇനി മുതിര കഴുകി വേവിക്കട്ടെ. മുതിര വേവിക്കാൻ വച്ചു. ഒരു 6 വിസിലെങ്കിലും വരണം. വേകട്ടെ അവിടെ. നമുക്കിത് തുറന്ന് നോക്കാം വെന്തോന്ന്. നല്ലപോലെ വെന്തിട്ടുണ്ടാകും. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരയ്ക്കണം. കുറച്ച് ആറിട്ട് അരച്ചെടുക്കാം. ഇത്രയും പുളി പിഴിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം കൂടെ അരച്ച് അത് ചേർത്തിട്ട് ഇച്ചിരി പുളി പിഴിഞ്ഞ് ചേർക്കണം. ആദ്യം മുതിര അരച്ചത് പകുതി അരച്ചത് ഇടുക. നമ്മളിതിന് ഉപ്പിട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. ആ അരി, കുരുമുളക്, ഉലുവ, തേങ്ങ എല്ലാം കൂടെ വറുത്തരച്ചത് അതും ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ. അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പിടാതെ മുതിര വേവിച്ചത്. ഒരു സ്വല്പം ഇട്ടാൽ മതി. വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുക. കൊച്ചുള്ളി നല്ലപോലെ വേണം. ആ കടുക് വറുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും അതിലേക്ക് ഒഴിക്കും.
നമ്മളുടെ മുതിര പുളിങ്കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വച്ച് നോക്കുക. കർക്കിടക മാസമൊക്കെ അല്ലേ, മുതിരയൊക്കെ നല്ലതാണ്. ഇതുപോലെ വച്ച് നോക്കി അതിൻ്റെ പറയും കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.